തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉത്സവങ്ങളിലൊന്നായ കാളച്ചന്തയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1962 നമ്മുടെ തിരുവനന്തപുരത്തെ കൊച്ചു ഗ്രാമമായ പാലോടിൽ കന്നുകാലികളെ വിൽക്കുന്ന കാളച്ചന്തയായി ആരംഭിച്ച് 63 വർഷമായി മുടക്കമില്ലാതെ എല്ലാ കൊല്ലവും ഈ ഒരു കാർഷികോത്സവം നടത്തിപ്പോകുന്നുണ്ട്. 63 വർഷത്തെ പാരമ്പര്യമുള്ള ഈ കൃഷി ഉത്സവം ഇന്ന് പാലോട് മേളയായി മാറിയിരിക്കുന്നു. കാർഷിക വിളകളും കാർഷിക ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളും വിൽക്കുവാനും പ്രദർശിപ്പിക്കുവാനും കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അനേകായിരം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് ഷോ നടത്തുന്നുണ്ട്. അമ്യൂസ്മെൻറ്റ് പാർക്കിലെ പോലെ തന്നെ നമുക്ക് ഉല്ലസിക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഈ വർഷത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഷോസ് എന്ന് പറഞ്ഞാൽ മരണക്കിണർ, ഗോസ്റ്റ് ഹൗസ്, മത്സ്യകന്യക. എല്ലാ വർഷവും 7-ാം തീയതി മുതൽ 16-ാം തീയതി വരെ നടത്തുന്ന ഈ ഷോയിൽ നമുക്ക് ഫാമിലിയും കുട്ടികളൊക്കെ ആയിട്ട് പോയി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിക്കാം. പിന്നെ അതുമാത്രമല്ല, വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനവും മേടിക്കാം. അതുമാത്രമല്ല, നിങ്ങളൊരു ഫുഡി ആണെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള പലതരം ഫുഡുകളും ഡ്രിങ്ക്സും നമുക്കിവിടെ കഴിക്കാൻ പറ്റും. കേരളത്തിലെ ഏറ്റവും വലിയ കാർഷികോത്സവങ്ങളിലൊന്നായ പാലോട് മേളയിലേക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയി കണ്ട് എൻജോയ് ചെയ്യുന്നത് വേറൊരു വൈബാണ്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അത്രയും സൂപ്പറാണ് പാലോട് മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുമാത്രമല്ല, ഇതുപോലുള്ള മേളകൾ, ഇതുപോലുള്ള വലിയ ഉത്സവങ്ങളൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പാലോട് മേള എന്ന് പറയുന്നത് നമ്മൾ തെക്കൻ കേരളത്തിലുള്ളവർക്ക് ഒരു വികാരം തന്നെയാണ്. എൻ്റെ ചെറുതിലെ മുതൽ മിക്കുള്ള എല്ലാ കൊല്ലവും ഞാൻ മേള കാണാൻ പോകുമായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷവും എല്ലാ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് മേള കാണാൻ പോയി. ഇഷ്ടം പോലെ ഫുഡ് കഴിച്ച് ഷോസ് എല്ലാം അറ്റൻഡ് ചെയ്ത് എക്സിബിഷനെല്ലാം കണ്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു.